കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ? സ്വന്തമായിട്ട് ജോലി ഉണ്ട്, വേറെ ആളെ മുന്നിൽ കൈ നീട്ട് വായ്പ ചോദിക്കുക എന്നൊക്കെ പറയാൻ. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാത്തത്. പണിയെടുക്കായിട്ടാണോ? നമ്മൾ അധ്വാനിക്കായിട്ടാണോ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാത്തത്? ആണോ? ഞാനിങ്ങനെ ചിന്തിക്കും, ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന അവസരം ലഭിച്ചില്ലായിരുന്നെങ്കിൽ പല വീട്ടമ്മമാരും അവരുടെ ജീവിതം ഒരു കോമ്പൗണ്ടിനുള്ളിൽ തീർന്നു പോകുന്ന ലെവലായി പോയാൽ. ഒരു കോമ്പൗണ്ടിനുള്ളിൽ അവരുടെ ജീവിതം അല്ലെ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കില്ല, എത്ര ആളുകൾ ഫിജി കാർഡിലൂടെ മാസം 1000 രൂപ മുതലല്ല ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോ ഇതില് സാർ ഇതൊക്കെ ഉള്ളതാണോ? ഞാൻ പ്രൂഫ് ആയിരുന്നു നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഗസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത്, കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനകത്ത് കമ്പനിയുടെ ഫസ്റ്റ് റാങ്കിൽ എത്ര പേരുണ്ട്, സെക്കൻഡ് റാങ്കിൽ എത്ര പേരുണ്ട്, തേർഡ് റാങ്കിൽ എത്ര പേരുണ്ട്, ഫോർത്ത് റാങ്കിൽ എത്ര പേരുണ്ട്, ഫിഫ്ത്ത് റാങ്കിൽ എത്ര പേരുണ്ട്, സിക്സ്ത് റാങ്കിൽ എത്ര പേരുണ്ട് അല്ലെ? ബൈക്ക് ഫണ്ട് വാങ്ങാൻ എത്രാമത്തെ റാങ്ക് എത്തണ്ടേ? പ്ലാൻ ശ്രദ്ധിച്ചില്ലേ? പൈസ കിട്ടുന്നതിനെ ശ്രദ്ധിക്കണം കേട്ടോ, വേറെ എന്ത് ശ്രദ്ധിച്ചു? കമ്പനിയുടെ 6ാമത്തെ റാങ്കിൽ എത്തിയാലാണ് 50,000 കിട്ടല്ലേ? ഇപ്പൊ 50,000 കിട്ടുന്നതിന് മുന്നേ എത്ര വാങ്ങിയിട്ടുണ്ടോ ഒരാള്? എത്ര വാങ്ങിയിട്ടുണ്ടാവും അറിയോ? 6 ലക്ഷം അല്ലെ വാങ്ങിയ ആളുകൾ പറയുന്നുണ്ട്. 6 ലക്ഷം എന്നൊക്കെ. 6 ലക്ഷമാണ് ചെറിയ പൈസ. ഇപ്പൊ ഈ 6 ലക്ഷം വാങ്ങിയ എത്ര ആളുകൾ ഫിജി കാർഡിൽ ഉണ്ടെന്ന് അറിയോ? അറൗണ്ട് 5